ഇപ്പോൾ കേണൽ എസ് ഡിന്നി കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുകയാണ്. കേണൽ എസ് ഡിന്നി, ഇപ്പോൾ സർവകക്ഷി യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കും. ഒപ്പം ഇപ്പോൾ പാകിസ്ഥാൻ വീണ്ടും നമ്മൾ തിരിച്ചടി നൽകിയതിന് ശേഷവും പ്രകോപനം തുടർന്ന സാഹചര്യങ്ങളുമൊക്കെയും വിലയിരുത്തപ്പെടും. അതിനൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ വന്ന നമ്മൾ ചർച്ച ചെയ്തൊരു വാർത്തയാണ് അൽ ഖ്വയ്ദ ഒരു ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഭാരതത്തിൽ ജിഹാദ് നടപ്പിലാക്കും എന്നുള്ളത്. ഇത്തരം സാഹചര്യങ്ങൾ പാകിസ്ഥാൻ മറ്റൊരു വഴിയിലൂടെ പ്രയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. അവരുടെ രാജ്യത്ത് പോലും നിരോധിക്കപ്പെട്ട സംഘടനയാണ്. ആ സംഘടന പോലും ഭീകര സംഘടനകളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ഭാരതത്തിനെ ആക്രമിക്കാൻ കഴിയുമോ, അത് പ്രസ്താവനകളിലൂടെ ആണെങ്കിൽ പോലും ആ തരത്തിലൊക്കെയും കടന്നു കയറാൻ ശ്രമിക്കുക എന്ന തന്ത്രം തന്നെയാണോ അവർ ഇപ്പോഴും പ്രയോഗിക്കുന്നത്? അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമുക്ക് കരുതേണ്ട ഇരിക്കുന്നത്. കാരണം പാകിസ്ഥാൻ നേരിട്ടൊരു യുദ്ധത്തിൽ ഒരിക്കലും ഭാരതമായിട്ട് പിടിച്ചു നിൽക്കൽ പറ്റത്തില്ല എന്നുള്ളത് വളരെ മുൻപ് തന്നെ അവർ അറിഞ്ഞ ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിവും അതുപോലെ തന്നെ മറ്റ് രീതിയിലുള്ള തിരിച്ചടികളും, ഇപ്പം 65-ലെ യുദ്ധമായാലും ശരി, 71-ലെ യുദ്ധമായാലും ശരി, അതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം നമ്മളുമായിട്ടൊരു സൈനികമായിട്ട് ഒരു യുദ്ധം നടക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ വളരെ കാലം മുമ്പ് തന്നെ മറ്റു രീതിയിൽ ഭാരതത്തിനെ എങ്ങനെ തകർക്കാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലാണ് അവർ ഈ 1000 കട്ട്, ഭാരതത്തിന് 1000 കട്ട് ചെയ്ത്, അല്ലെങ്കിൽ 1000 വൂൺസ് എന്ന് പറയുന്ന ആ രീതിയിൽ ഭാരതത്തിനെ ഭീകരവാദവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും തകർക്കാനുള്ള ശ്രമം നടത്തുന്നത്. അപ്പം നമ്മൾ ഇന്നലെ ഇപ്പം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഈ 1000 കട്ട്സ് ചെയ്യുന്ന ആ സ്ട്രാറ്റജിക്ക് തിരിച്ചൊരു വലിയൊരു അടി അവർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പാകിസ്ഥാൻ സൈന്യത്തിനാണ് ഏറ്റവും കൂടുതൽ കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു സൈന്യത്തിന് 9ഓളം സ്ട്രൈക്ക് നടക്കുന്ന ഒരു രാജ്യത്ത് അവർക്ക് ഒരെണ്ണം പോലും തടയാൻ പറ്റിയില്ല എന്ന് സംബന്ധിച്ചോളം, പാകിസ്ഥാനെ സംബന്ധിച്ചോളം, പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചോളം വലിയൊരു ക്ഷീണമാണ്. അപ്പൊ തീർച്ചയായിട്ടും അവര് മറ്റു രീതിയിൽ എങ്ങനെയൊക്കെ ഇനി ഭാരതത്തിന് തകർക്കാൻ പറ്റും എന്നുള്ളത് അവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മളിപ്പോ ഈ അൽ ഖ്വയ്ദയുടെയൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരുന്നത്. ആ രീതിയിലുള്ള അവർ അൽ ഖ്വയ്ദ ബാൻ ചെയ്തെന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു ഭീകരവാദ രാഷ്ട്രമാണ്. എല്ലാ തരത്തിലുള്ള ലോകത്തുള്ള എല്ലാ ഭീകരവാദ സംഘടനകളും ഇന്നും ഉള്ള ഒരേ ഒരു രാജ്യം പാകിസ്ഥാനാണ്. അപ്പം പാകിസ്ഥാൻ സൈന്യവും ഏതാണോ ഭീകരവാദികൾ ഏതാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളിപ്പം ഇന്നലെ കണ്ടിരുന്നു, നമ്മൾ ഭാവൽപൂരിലും മുരീദ്കയിലും ഒക്കെ നമ്മൾ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ ആ സ്ട്രൈക്കിലൂടെ വധിച്ച ടെററിസ്റ്റ് ഭീകരവാദികളുടെ അവസാനത്തെ കർമ്മങ്ങൾ ചെയ്യാൻ സമയത്ത് അവിടെ യൂണിഫോം ഇട്ട സൈനികരാണ് നിന്നത്. അപ്പൊ പാകിസ്ഥാൻ സൈന്യത്തിന്റെ തന്നെ ആളുകളാണോ മരിച്ചത്, അതോ ഈ ഭീകരവാദികൾ യൂണിഫോം ഇട്ടിട്ടാണോ നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് അൽ ഖ്വയ്ദ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആദ്യമായിട്ടല്ല അവർ പറയുന്നത്, അത് മുൻപും പല പ്രാവശ്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വെച്ച് അത് പാകിസ്ഥാന്റെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് യാതൊരു അതിശയവും വേണ്ട. പല വർഷങ്ങളായിട്ട്, പല കാലങ്ങളായിട്ട് അവർ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു രീതി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇനിയും പാകിസ്ഥാൻ നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള ഏതൊക്കെ കാര്യം ചെയ്യാമോ അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. അവർക്ക് തിരിച്ചടി ഇതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോണ്ടിരിക്കണം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. കാരണം പാകിസ്ഥാൻ സൈന്യം എത്ര നാൾ അവിടെ ശക്തമായിട്ട് നിൽക്കുന്നു അത്രയും നാൾ നമുക്ക് ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. അതുകൊണ്ട് ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടുള്ള പരിഹാരമല്ല, ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു പരിഹാരം കാണണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നമുക്കറിയാം പാകിസ്ഥാന്റെ ഉള്ളിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ധാരാളം പ്രശ്നങ്ങൾ അവരുടെ ഉള്ളിലുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ച് വരുമ്പോൾ തന്നെ അവർക്കൊരു ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു സൈഡിൽ വെള്ളം അടയുന്നുണ്ട്. അപ്പൊ പല രീതിയിൽ നമ്മളെ സ്ട്രാറ്റജി മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനാണ് സർവകക്ഷി യോഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഓപ്പറേഷൻ സിന്ദൂർ 2 അതിനുള്ള സാധ്യത മുന്നിൽ നിൽക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. കാരണം അത്രമേൽ പ്രകോപനമാണ് അതിർത്തിയിലടക്കം പാകിസ്ഥാൻ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരെ കടന്നാക്രമിക്കുന്ന അവരുടെ രീതി. നിലവിലെ സാഹചര്യത്തെ എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? നോക്കൂ, നമ്മൾ ഇപ്പം ഏകദേശം ഒരു 32 മണിക്കൂറോളം, 32 അല്ല അതിൽ കൂടുതൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെയാണോ ആഗ്രഹിച്ചത് ആ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ നടന്നിട്ടുള്ളത്. അപ്പൊ ഭാരതത്തിന്റെ ഇതുവരെയുള്ള എല്ലാ സ്ട്രാറ്റജിയും വിജയിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ എക്സിക്യൂഷൻ ആയാലും ശരി, അത് കഴിഞ്ഞിട്ടുള്ള ലോക രാജ്യങ്ങളുടെ ഒപ്പീനിയൻ ആയാലും ശരി,
അതുപോലെ തന്നെ ഇതുവരെ പാകിസ്ഥാൻ ഒരു നടപടിയും സൈനികമായിട്ടുള്ള നടപടി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു ഒരു കാര്യമാണ്. കാരണം പാകിസ്ഥാൻ സൈന്യത്തിന് അത്രമാത്രം വലിയൊരു തിരിച്ചടി കിട്ടിയ സ്ഥിതിക്ക് അവർ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യും എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. അത് ഏത് രീതിയിലാണ് എന്നുള്ളതാണ് ഞാൻ എന്നെ പോലുള്ള ആളുകൾ അനാലിസിസ് നോക്കുന്നത്. അപ്പൊ ഇതുവരെ അവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമുക്കാർക്കും യുദ്ധം ഇപ്പം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ആളുകളല്ല നമുക്ക് നമ്മളതായിട്ടുള്ള സാമ്പത്തികമായിട്ടും അല്ലാതെയും ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യാനുള്ള ഒരു രാജ്യമാണ്. അപ്പം തീർച്ചയായിട്ടും പാകിസ്ഥാനിന് ഒരു മെസ്സേജ് കൊടുക്കണമായിരുന്നു, ആ മെസ്സേജ് കൊടുത്തു. ഇതിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് US പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ഇനി ഈ അടി മുന്നോട്ട് കൊണ്ടുപോകരുതെന്നുള്ളത്. അത് പാകിസ്ഥാന് വേണ്ടിയുള്ള ഒരു താക്കീതായിട്ടാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം പറഞ്ഞ പാകിസ്ഥാൻ ഒരു കാര്യം ചെയ്തു, അതിന് തിരിച്ച് അടി ഭാരതം കൊടുത്തു, ഇനി മുന്നോട്ട് പോകരുത് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ അവസ്ഥ ആണെങ്കിലും ഓപ്പറേഷൻ സിന്ദൂർ പാർട്ട് 1 ആണ് കഴിഞ്ഞിട്ടുള്ള എന്ന് നമ്മളാണ് ഇപ്പോഴും ആ രീതിയിലാണ് നമ്മൾ കാണുന്നത്. കാരണം പ്രധാനമന്ത്രിയും പറഞ്ഞു ഇതുകൊണ്ട് അവസാനിക്കത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു കാരണം ഈ പാകിസ്ഥാൻ ഈ എത്ര അടി കിട്ടിയാലും പഠിക്കാത്ത ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം. അപ്പൊ തീർച്ചയായിട്ടും ഇത്രയും തിരിച്ചടികൾ കിട്ടിയ ഒരു സൈന്യം അവരെന്തെങ്കിലും ചെയ്യും എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യും. അപ്പൊ അങ്ങനെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അവർ എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ചെയ്തേക്കും എന്നുള്ള സൂചനകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒരു പക്ഷേ അവിടുത്തെ അസ്ഥിരമായ ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് സൈന്യത്തിൻ്റെയും ഭീകരരുടെയും സമ്മർദ്ദം കൊണ്ട് ഒരു തിരിച്ചടിക്കുള്ള ഒരു സാധ്യത തേടുന്നു. പക്ഷേ ആ തിരിച്ചടി അതിർത്തി ഗ്രാമങ്ങളിൽ സാധാരണക്കാരായ ഗ്രാമവാസികളെ കൊന്നൊടുക്കി അങ്ങനെ ഒരു രീതിയാണ് അവർ അവലംബിക്കുന്നത്. പ്രത്യക്ഷത്തിൽ ഭാരതത്തിൻ്റെ ധീര സൈനികരോട് എതിരിടാൻ അവർക്ക് ത്രാണിയില്ല അല്ലെങ്കിൽ ധൈര്യമില്ല എന്നുകൂടി മനസ്സിലാക്കേണ്ടേ. അതിർത്തിയിൽ അതുകൊണ്ട് തന്നെ പൂഞ്ച് മേഖലയിലായാലും ഉറി മേഖലയിലായാലും ഗ്രാമവാസികൾ ഒഴിപ്പിക്കുന്ന സമീപനമാണ് ഭാരതത്തിൻ്റെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ കൃത്യമായ തിരിച്ചടി നൽകുമെന്ന് ഭാരതത്തിൻ്റെ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ ഇത്തരം പ്രകോപനങ്ങൾ ആവർത്തിച്ചാൽ ഒരു വലിയ തിരിച്ചടി ഭാരതത്തിൻ്റെ സൈന്യം നൽകുമ്പോൾ അത് താങ്ങാൻ പാകിസ്ഥാന് എത്രത്തോളം കേൾപ്പുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയമായ അസ്ഥിരത അവിടെയുണ്ട്, സാമ്പത്തികമായ അടിത്തറ ഇളകി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ശിഥിലമാകുന്ന ഒരു പാകിസ്ഥാനല്ലേ മുന്നിലുണ്ടാവുക? അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണല്ലോ. നമ്മളിപ്പം ഇതിനെക്കുറിച്ച് തന്നെ നമ്മൾ ധാരാളം ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. അപ്പം ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് അവർക്ക് ഒരു യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല എന്ന് തന്നെയാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനത്തെ യുക്തിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിചാരമോ അല്ലെങ്കിൽ വിവേകമോ ഇല്ലാത്ത ഒരു സൈന്യത്തിന്റെ ഓഫീസേഴ്സ് ജനറൽ പ്രത്യേകിച്ച് ടോപ്പ് ലീഡർഷിപ്പിൽ ഇരിക്കുന്നത് അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്, അവരുടെ പ്രസക്തി മാത്രമാണ് നോക്കുന്നത്. അപ്പൊ അവരുടെ തന്നെ ആളുകളെ തള്ളിവിടുന്നതിന് യാതൊരു മടിയില്ലാത്ത ആൾ യുദ്ധത്തിലേക്ക് തള്ളിവിടാം. അപ്പൊ അതിനൊന്നും അവർ മടിക്കാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ എപ്പോഴും റെഡി ആയിരിക്കണം, നമ്മൾ എല്ലാ ഓപ്ഷൻസും റെഡിയാക്കി വെക്കണം. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ 14 ദിവസം നമ്മൾ അത് തന്നെയാണ് ചെയ്തത്. നമ്മൾ വെറുതെ ഒരു അടി കൊടുത്തിട്ട് തിരിച്ചു വരാതെ നമുക്ക് അന്ന് തന്നെ ചെയ്യാമായിരുന്നു. പക്ഷെ അടി കൊടുത്ത് തിരിച്ചു വരാൻ മാത്രമല്ല നമ്മൾ ചെയ്തത്, നമ്മൾ അടി കൊടുത്ത് തിരിച്ചു വന്ന് നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാണ്. ഇനി പാകിസ്ഥാൻ എന്തെങ്കിലും ചെയ്യാണ് ഇത്രയും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം വെച്ച്, ഇത്രയും അവിടുത്തെ ആന്തരികമായിട്ടുള്ള സുരക്ഷയുടെ പ്രശ്നം വെച്ച്, നയതന്ത്ര ലെവലിൽ ഇത്രയും പ്രശ്നം വെച്ച്, വെള്ളം കുടിക്കാനുള്ള വെള്ളമില്ല, ഇലക്ട്രിസിറ്റി ഇല്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഇതെല്ലാം വെച്ചിട്ടും എന്നിട്ടും പാകിസ്ഥാൻ സൈന്യം നമ്മളെ അഗേൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാം റെഡിയാണ്. നമ്മൾ കരമാർഗമായാലും ശരി, വായുവിലായാലും ശരി, ജലത്തിലായാലും നമ്മൾ റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവരെന്തെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ മെയിൻലാൻഡിൽ, അങ്ങനെയാണെങ്കിൽ ഈ സിന്ദൂർ പാർട്ട് 2 ഇതിനെ നമ്മളിപ്പോ കണ്ടതിനെ കാട്ടിയും എത്രയോ വലിയൊരു ലെവല് അത് പാകിസ്ഥാൻ നേരിടേണ്ടി വരും. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള രണ്ട് ഓപ്ഷനാണ് അവർക്കുള്ളത്. ഒന്ന്, നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ ലൈൻ ഓഫ് കൺട്രോളിൽ ഇതുപോലത്തെ സിവിലിയൻസിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലൈൻ ഓഫ് കൺട്രോളിൽ പണ്ടും ഇതേപോലെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അത് അവിടെ തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതല്ല പാകിസ്ഥാന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ലക്ഷ്യം. അവര് പഞ്ചാബിലോ രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന ഈ ഏരിയയിൽ ഏതെങ്കിലും ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇവിടെ എന്തായാലും ഭീകരവാദി ക്യാമ്പില്ലല്ലോ, അപ്പൊ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നീ സിവിലിയൻസിനായിരിക്കും അല്ലെങ്കിൽ മിലിറ്ററി ആയിരിക്കും. ഈ രണ്ടിലും ആരാണെങ്കിൽ തന്നെയും ഭാരതം, ഞാൻ പറഞ്ഞ പോലെ ഓപ്പറേഷൻ സിന്ദൂർ 2 വലിയ ഒരു തിരിച്ചടി എന്ന് പറഞ്ഞാൽ അവർക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടി കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ ഡിസിഷൻ പാകിസ്ഥാൻ സൈന്യമാണ് എടുക്കേണ്ടുള്ളത്, അവർ എന്താണ് ചെയ്യേണ്ടത്. കാരണം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തിൽ ഇന്ന് സത്യത്തിൽ യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല. കാരണം ഒരു ടാങ്ക് മൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് ഡീസൽ വേണം, ഡീസൽ വേണമെങ്കിൽ അതിന് പൈസ വേണം. ഇന്ന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഡീസൽ ഇല്ല, ഡീസൽ ഇല്ലാത്തതുകൊണ്ട് അവരുടെ ടാങ്ക് ഒരാഴ്ച കഴിഞ്ഞാൽ മൂവ് ചെയ്യത്തില്ല. അതാണ് അവരുടെ അവസ്ഥ. പക്ഷെ ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ സൈന്യം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ
എനിക്ക് അതിശയമൊന്നുമില്ല. കാരണം ഞാൻ അങ്ങനത്തെ ആളുകളെയാണ് അവരാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അവരുടെ expect ഡിനി, അതേസമയം തന്നെ ഈ ബംഗ്ലാദേശിന്റെ ചില ഇടപെടലുകൾ ഈ ഒരു വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധേയമാണ്? കാരണം കഴിഞ്ഞ ദിവസമാണ് പ്രകോപനപരമായ ഒരു പ്രതികരണം അവിടുത്തെ മുൻ സൈനിക ഓഫീസറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഭാരതത്തിൻ്റെ കിഴക്കൻ മേഖലകളെ, കിഴക്കൻ സംസ്ഥാനങ്ങളെ ആക്രമിക്കുന്ന ഒരു സാധ്യത തേടണം, അത് പാകിസ്ഥാനും ചൈനയുടെ സഹകരണം ഉറപ്പാക്കണമെന്ന രീതിയിൽ. ഈ ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർത്തത്. അതുകൊണ്ട് തന്നെ ആ ഒരു നീക്കത്തെയും ഭാരതം അതീവ ജാഗ്രതയോടെ സമീപിക്കുന്നു എന്ന കാര്യമാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ? ബംഗ്ലാദേശിനെ നമ്മൾ കറക്റ്റായിട്ട് അസസ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പൊ ഇരിക്കുന്ന ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന കെയർ ടേക്കർ ഗവൺമെന്റും ഇപ്പൊ ഇതുപോലത്തെ ചില പ്രസ്താവനകൾ നടത്തുന്ന ചില മുൻ സൈനികരും ഒക്കെ ഉള്ളവർ, അവര് ഈ പാകിസ്ഥാന്റെ തന്നെ ISIയുടെ ആളുകളും ആ പാകിസ്ഥാനെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ ആളുകളൊക്കെയാണ് ഈ പറയുന്നത്. പക്ഷെ ബംഗ്ലാദേശിൽ ഭാരതത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. ഇപ്പൊ ഷേഖ് ഹസീന ഗവൺമെന്റ് ഉണ്ടായിരുന്ന സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നല്ലോ ഭാരതത്തിന് കിട്ടുന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പോഴത്തെ അവിടുത്തെ ബംഗ്ലാദേശ് ആർമി ചീഫ്, ആ ആർമി ചീഫും ഒരു എന്താ പറഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് ഒന്നും തന്നിട്ടില്ല. ഭാരതമായിട്ട് നല്ല ബന്ധം വെക്കണമെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിന്റെ ചില സ്വരങ്ങൾ ഇങ്ങനെ വരുന്നെങ്കിലും ബംഗ്ലാദേശിൽ നടന്ന കാര്യങ്ങൾ നമ്മളെ കൺമുൻപിൽ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവിടെ ഭാരതത്തിന് സ്വാധീനം കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാതായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇപ്പോഴത്തെ ഈ ഗവൺമെന്റ് മാറിയതിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ പ്രശ്നമുണ്ട്, പാകിസ്ഥാൻ ISIയുടെ സ്വാധീനത്തിന്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഭാരതത്തിനും സ്വാധീനമുണ്ട്. ആ സ്വാധീനം നമ്മൾ എത്ര ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി അതിനകത്ത് കാണും. അതുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഒരു വലിയ രീതിയിൽ എന്തെങ്കിലും ഒരു ഭീഷണിയോ അങ്ങനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വാധീനത്തിന് മാത്രമല്ല, അവർക്ക് അതിന്റെ ശേഷിയുമില്ല. കാരണം ഇന്ന് ബംഗ്ലാദേശ് ഈ ഒരു അവസരം നോക്കി ഭാരതത്തിന് എന്തെങ്കിലും, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്തെങ്കിലും ചെയ്യുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്കും അറിയാം, നമുക്കും അറിയാം എന്താണ് അതിന്റെ റിസൾട്ട്. അപ്പൊ അതുകൊണ്ട് ചൈനയെ നോക്കിയിട്ട് അല്ലെങ്കിൽ ചൈന എന്തെങ്കിലും പറഞ്ഞു എന്നൊക്കെ രീതിയിൽ ബംഗ്ലാദേശ് ചെയ്യുമെന്ന് ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നടക്കുമെന്ന്. അപ്പം ഈ ചൈനയുടെ ഇടപെടൽ, കാരണം ചൈന പാകിസ്ഥാന് പ്രത്യക്ഷത്തിലൊരു പിന്തുണ നൽകിയിട്ടില്ല. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ എല്ലാ ലോകരാഷ്ട്രങ്ങളും ഭാരതത്തോടൊപ്പം പ്രത്യക്ഷമായ പിന്തുണ നൽകുമ്പോൾ ചൈനയുടെ ഭാഗത്തിനും ഭാരതത്തിന് പിന്തുണ നൽകുന്ന ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ നിലപാട്, പാകിസ്ഥാനുമായി എപ്പോഴും സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണല്ലോ ചൈന. കൃത്യമായ രീതിയിൽ ഒരു അവധാനതയോടെയുള്ള, ജാഗ്രതയോടെയുള്ള സമീപനം തന്നെയല്ലേ ചൈന ഇപ്പോഴും പുലർത്തുന്നത്? തീർച്ചയായിട്ടും ചൈനയുടെ താല്പര്യം മാത്രമേ നോക്കാറുള്ളൂ. അവരാരുടെയും എന്താ പറഞ്ഞ ശത്രുവായിട്ടോ അല്ലെങ്കിൽ എക്കാലത്തെയും മിത്രമായിട്ട് അവർ കാണാറില്ല. അവരുടെ താല്പര്യം മാത്രമേ അവർ നോക്കാറുള്ളൂ. അപ്പൊ അതിനകത്ത് പാകിസ്ഥാനെ ഉപയോഗിച്ചിട്ട് അവർക്ക് എപ്പോഴൊക്കെ അവരുടെ താല്പര്യം നിലനിർത്താൻ പറ്റും ആ നാൾ വരെ പാകിസ്ഥാൻ അവരുടെ മിത്രമാണ്. എന്ന് അവർക്ക് ആവശ്യമില്ലാത്തത് പാകിസ്ഥാനെ അവർ മാറ്റും. അതാണ് ചൈനയുടെ ഒരു നയം, നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു നയം. ഇപ്പൊ ഇവിടെ ഇന്നത്തെ അവസ്ഥ വെച്ച് അവർ പാകിസ്ഥാനെ വലിയ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിന്റെ കാരണം ഒന്ന്, ചൈനയും US-ഉം അമേരിക്കയും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്, അതായത് ട്രേഡ് വാർ നടക്കുകയാണ്. അങ്ങനെയുള്ള ഒരു സമയത്ത് ഭാരതം പോലുള്ള ഒരു രാജ്യമായിട്ട് ചൈന ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഭാരതവും ചൈനയും തമ്മിൽ $135 ബില്യൺ ട്രേഡാണ് നടക്കുന്നത്. അതിനകത്ത് $100 ബില്യൺ ചൈനയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇത്രയും വലിയൊരു മാർക്കറ്റ് വിട്ടിട്ട് ചൈന ഈ ഒരു പ്രശ്നത്തിൽ പാകിസ്ഥാന്റെ കൂടെ നിൽക്കും. അതും ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഭീകരവാദത്തിന്റെ അഗേൻസ്റ്റ് ആണെന്ന് ചൈനയ്ക്കും അറിയാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ ഓപ്പൺ ആയിട്ട് ഭാരതത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു രീതിയിലേക്കൊന്നും ചൈന വരത്തില്ല. ചെറിയ സഹായങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെയ്യും. എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസിൽ ഒരു പ്രമേയം പാസ്സാക്കാൻ, അല്ലെങ്കിൽ തടയാൻ, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ആമിനേഷൻ സപ്പോർട്ടോ കുറേ സാമ്പത്തിക സപ്പോർട്ടോ അതൊക്കെ ചെയ്യും. അത് ആ ഒരു സഹായത്തിന് അപ്പുറം വലിയ രീതിയിൽ ഭാരതത്തിന് ഒരു എന്താ പറഞ്ഞ പിന്നിലോട്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈന കറന്റ് സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നില്ല ചൈന അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകുന്നു. യെസ്, ഏതായാലും വളരെയധികം നന്ദി കേണൽ എസ് ഡിനി, ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിന്.